നമസ്കാരം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളത് മിക്കവാറും എല്ലാ മലയാളികളുടെയും ഒരു ആഗ്രഹമാണ്. ഞാൻ ഈ കേസ് ആരംഭത്തിലെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 6-ാം തീയതി ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ എന്തൊക്കെ നാടകങ്ങളാണ് നടന്നത് എന്ന് നാം ഏവരും കണ്ടു കഴിഞ്ഞു. ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതല്ല. അന്നത്തെ കോടതി നടപടികൾക്ക് ഞാനും സാക്ഷിയാണ്. എന്നെ ആദ്യമേ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ കേസിന് ഇതുവരെ ഹാജരായിരുന്ന സീനിയർ അഡ്വക്കേറ്റ് ജോൺ റാൾഫ് അന്ന് കോടതിയിൽ മഞ്ജുഷയെ പ്രതിനിധീകരിച്ച് ഹാജരായിരുന്നില്ല. അദ്ദേഹമാണ് ട്രയൽ കോടതിയിൽ പി ദിവ്യക്കെതിരെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷയും തുടർന്നുള്ള റെഗുലർ ജാമ്യാപേക്ഷയും ഒക്കെ എതിർത്തത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നാകെ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായിരുന്നതും അദ്ദേഹം ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവം എന്നെ അത്ഭുതപ്പെടുത്തി. രണ്ടാമതായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡായിരുന്നു. അവർക്ക് ഈ കേസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്താണ് അതിന് കാരണം? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മഞ്ജുഷയുടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ പറ്റി ഒരു പഠനം നടത്തി. CBI അന്വേഷണം അനുവദിക്കുന്നത് ഹൈക്കോടതിയുടെ പ്രത്യേക അധികാരമാണ്. ആ അധികാരം വിനിയോഗിക്കേണ്ടത് വളരെ അപൂർവമായും ജാഗ്രതയോടെയും എക്സെപ്ഷണൽ കേസുകളിൽ മാത്രം ആയിരിക്കണം എന്ന് സുപ്രീം കോടതി പലതവണ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. എന്താണ് CBI എന്ന് പറയുന്നത് സാധാരണ കേസുകൾ അന്വേഷിക്കാനുള്ള ഒരു ഏജൻസി അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈംസും പിന്നെ ദേശീയവും അന്തർദേശീയവും ആയ ബന്ധങ്ങളുള്ള കേസുകളിലും മറ്റും ആണ് CBI അന്വേഷണം നടത്തേണ്ടത്. എന്നാൽ ഒരു പൗരന് ഭരണഘടന അനുശാസിക്കും വിധത്തിലുള്ള ന്യായയുക്തവും നിഷ്പക്ഷവും ആയ ഒരു അന്വേഷണം തൻ്റെ കേസിൽ ലഭിക്കുന്നില്ല എങ്കിൽ തനിക്ക് CBI അന്വേഷണം തരണം എന്നും പറഞ്ഞിട്ട് ഒരു പരാതിക്കാരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെ സമീപിക്കുന്ന അവസരത്തിൽ ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരി എന്താണ് കോടതി മുമ്പാകെ സ്ഥാപിക്കേണ്ടത്? അവിടെ എന്തെങ്കിലും വെറുതെയുള്ള ആരോപണങ്ങളോ സംശയങ്ങളോ അല്ല ഉന്നയിക്കേണ്ടത്. വളരെ വസ്തുനിഷ്ഠമായി അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, അതിനുള്ള ഗ്രൗണ്ട്സ് റേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ കേസ് ഇതുവരെ സുപ്രീം കോടതി നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഉന്നത സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ആണെങ്കിൽ ഈ കേസ് CBIക്ക് വിടാവുന്നതാണ്. ആദ്യമായിട്ട് ഈ കളക്ടറെ കൂടി ഈ കേസിൽ പ്രതിയാക്കണം എന്ന് ആവശ്യപ്പെട്ട വ്യക്തി ഞാനാണ്. ഒക്ടോബർ മാസം 22-ാം തീയതി മറുനാടൻ മലയാളിയിലെ എക്സ്ക്ലൂസീവില് ഞാൻ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുകയുണ്ടായി, ആരും ആ ഒരു ആംഗിളിൽ ഈ കേസിനെ കാണുന്നില്ല. അദ്ദേഹവും ഇതിൽ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ട ഒരു വ്യക്തിയാണ്. കാരണം ഒക്ടോബർ മാസം 29-ാം തീയതിയിലെ തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവ്, അതായത് പി ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ 24-ാമത്തെ ഖണ്ഡികയിൽ ഈ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ പ്രകാരം ഇങ്ങനെയൊക്കെ ഒരു സംഭവം അന്ന് അവിടെ നടക്കും ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ മൊഴി കൊടുത്തിരിക്കുന്നത്. അതിനെ ഇതുവരെ ആരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ചർച്ചാ വിഷയം ആക്കുകയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അന്നേ ദിവസം വൈകുന്നേരം നവീൻ ബാബു അദ്ദേഹത്തെ ചെന്ന് കണ്ട് താൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചു എന്നുള്ള ഈ കളക്ടറുടെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം അത് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി നമ്മൾ കോടതി മുമ്പാകെ സമർപ്പിക്കുമ്പോൾ നാം വളരെ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വീട് അതിൽ പണിയാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു കേസ് എങ്ങനെ ആണ് ഫ്രെയിം ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കേസിന്റെ അവസാനം സുപ്രീം കോടതിയിൽ ചെന്നാൽ പോലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ ആ കേസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ ഭാവി. അപ്പോൾ ഇത്തരം കേസുകളിൽ വെറുതെ കുറച്ച് സംശയങ്ങൾ നമ്മൾ ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ല.
പരാതിക്കാരന്റെ കേസിൽ സംസ്ഥാന അന്വേഷണ ഏജൻസി ന്യായയുക്തവും സത്യസന്ധവും ആയി അല്ല അന്വേഷണം നടത്തുന്നത് എന്ന് ആരോപിക്കുകയും അത് സംശയാതീതമായി കോടതി മുമ്പാകെ തെളിയിക്കുകയും വേണം. മറുവശത്ത് എന്താണ് സംഭവിക്കുക? കോടതിക്ക് ചെന്നിട്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റത്തില്ല. കോടതി തീർച്ചയായിട്ടും കേസ് ഡയറി വിളിച്ചു വരുത്തും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരാതിക്കാരന്റെ ആരോപണങ്ങൾ കോടതി പരിശോധിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. സംസ്ഥാന പോലീസ് എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പാവയാണ്. അവരെന്ത് പറയുമോ അതൊക്കെ അനുസരിക്കാൻ സംസ്ഥാന പോലീസ് ബാധ്യസ്ഥരാണ്. ആ രീതിക്ക് തന്നെയാണ് നവീൻ ബാബുവിന്റെ കേസിലും അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സംശയം ഒരുപക്ഷെ കോടതിക്കും ഇല്ലായിരിക്കാം. എന്നിരുന്നാലും കോടതിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ ഒരിക്കലും സാധ്യമല്ല. കോടതി വിധി പറയേണ്ടത് അതിന്റെ മുന്നിലുള്ള രേഖകളുടെയും തെളിവുകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കണം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകം അല്ല എന്നോ അതൊരു ആത്മഹത്യ ആയിരുന്നു എന്നോ സംസ്ഥാന പോലീസ് അത് കാര്യക്ഷമമായി അന്വേഷിക്കുന്നു എന്നോ അല്ല. മറിച്ച് മഞ്ജുഷ ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയ പരാതിയിലെ ആരോപണങ്ങൾ ഗ്രൗണ്ട്സ് എന്തായിരുന്നു, അത് സാധൂകരിക്കാനായി മഞ്ജുഷ എന്തൊക്കെ തെളിവുകളാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതിനെ എതിർക്കാനായി പ്രോസിക്യൂഷൻ കൊടുത്ത കേസ് ഡയറിയിൽ ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകാരം എന്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ജുഷയുടെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏറെ ഖേദത്തോടെ തന്നെ പറയട്ടെ, മഞ്ജുഷയുടെ ഈ പരാതി ഹർജി വളരെ വീക്കായ ഒന്ന് ആയിരുന്നു. അവരുടെ ആരോപണങ്ങളെല്ലാം തന്നെ ഗ്രൗണ്ട്സ് എല്ലാം തന്നെ വളരെ ദുർബലം ആയിരുന്നു. മിക്കവാറും അവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം ഈ കേസ് ഡയറിയുടെ അടിസ്ഥാനത്തിൽ കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ 11ാമത്തെ ഖണ്ഡികയിൽ കോടതി പറയുന്നു, എന്റെ മുന്നിലുള്ള ഒരേ ഒരു ചോദ്യം മഞ്ജുഷ CBI അന്വേഷണം സാധൂകരിക്കുന്നതിന് ആവശ്യമായ ഒരു കേസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. വിധിന്യായത്തിന്റെ 16ാമത്തെ ഖണ്ഡികയിൽ കോടതി പറയുന്നു, മഞ്ജുഷ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും കേസ് ഡയറിയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അവയെല്ലാം അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവും ആണ് എന്നാണ്. അവയൊന്നും തന്നെ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ട് എന്ന് സംശയിക്കാൻ പോലും ഇട നൽകാത്ത ഒന്നാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അന്വേഷണം സത്യസന്ധമാണോ, നീതിയുക്തമാണോ, ഇമ്പാർഷ്യൽ ആണോ? നമുക്കറിയാം അതൊന്നും അങ്ങനെ അല്ല എന്ന് നമുക്കറിയാമെങ്കിലും കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം അതാണ്. അത് തെളിയിക്കേണ്ട കടമ പരാതിക്കാരിക്ക് ആയിരുന്നു. അന്വേഷണം ശരിയായ രീതിയിൽ അല്ല നടക്കുന്നതെന്ന് സ്ഥാപിക്കാനായി തെളിയിക്കാനായി മഞ്ജുഷ പ്രൊഡ്യൂസ് ചെയ്ത രേഖകൾ 5 എണ്ണം ആയിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഈ അന്വേഷണം നേരെ അല്ല എന്ന് തെളിയിക്കുന്നതിന് പ്രാപ്തമായ ഒന്നാണോ അല്ലയോ എന്നുള്ളത്. ഒന്നാമതായി FIR, രണ്ടാമതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മൂന്നാമതായി ഈ PP ദിവ്യയുടെ ആന്റിസിപ്പേറ്ററി ബെയില് അപേക്ഷ തള്ളിക്കൊണ്ടുള്ള തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവ്, നാലാമതായി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന കള്ള പരാതി, അഞ്ചാമതായി മഞ്ജുഷ ഈ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഈ കോൾ ഡേറ്റ റെക്കോർഡ്സ് ഒക്കെ യഥാവിധി സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. ഈ 5 ഡോക്യുമെന്റും യാതൊരു കാരണവശാലും അന്വേഷണ ഏജൻസിക്ക് എതിരല്ല. അന്വേഷണം ശരിയായ ദിശയിൽ അല്ല നടക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ ശക്തിയുള്ള ഒരു തെളിവുകൾ ആയിരുന്നില്ല മേൽപ്പറഞ്ഞ 5 എണ്ണവും. മഞ്ജുഷ തന്റെ ഹർജിയിൽ ഉന്നയിച്ച പ്രധാന ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി പറയുന്നത് ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അല്ല പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് എന്നാണ്. നിയമപ്രകാരം പോലീസിന് മാക്സിമം 5 മണിക്കൂർ വരെ മാത്രമേ കാത്തിരിക്കേണ്ട ആവശ്യം ഉള്ളൂ. രണ്ടാമതായി പറയുന്നത് ഈ കളക്ടറേറ്റ്, മുനീശ്വരം കോവില്, റെയിൽവേ സ്റ്റേഷൻ അവിടെയുള്ള ഈ CCTV ഫുട്ടേജ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കേസ് ഡയറി പ്രകാരം അതെല്ലാം എടുത്തിട്ടുണ്ട്. അടുത്തതായി പറയുന്നു, ഈ കളക്ടറുടെയും PP ദിവ്യയുടെയും പ്രശാന്തിന്റെയും മറ്റും ഈ കോൾ ഡേറ്റ റെക്കോർഡ്സ്
ശേഖരിച്ചിട്ടില്ല, അതും ശേഖരിച്ചിട്ടുള്ളതാണ്. സയന്റിഫിക് എക്സ്പെർട്ടിന്റെ സഹായത്താൽ കൈപ്പത്തിയിലെയും ഈ തൂങ്ങാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന കയറിലെയും ലിഗേച്ചർ ലിഫ്റ്റിംഗ്സ് എടുത്തിട്ടില്ല. അത് കേസ് ഡയറി പ്രകാരം എടുത്തിട്ടുണ്ട്. അടുത്ത ഒരു പരാതി എന്ന് പറയുന്നത് യഥാസമയം ബന്ധുക്കളിൽ നിന്നും മൊഴി ശേഖരിച്ചിട്ടില്ല എന്നാണ്. കേസ് ഡയറി പ്രകാരം അതെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ആത്മഹത്യയായിരുന്നുവെങ്കിൽ ഒരു ആത്മഹത്യ കുറിപ്പുണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം അല്ലെങ്കിൽ ഗ്രൗണ്ട്. അതിന് കോടതി പറയുന്നു കേസ് ഡയറി പ്രകാരം അത്തരം ഒരു ആത്മഹത്യക്കുറിപ്പ് ആ ബോഡിയിൽ നിന്നോ പരിസരത്ത് നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ കണ്ടെത്തിയിട്ടില്ല. SIT നിയമപരമായ രീതിയിൽ അല്ല കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ് അടുത്ത ഒരു ഗ്രൗണ്ട്. അതിന് കോടതി പറയുന്നു നിയമപരമായി നിലനിൽക്കത്തക്ക ഒരു ഉത്തരവിൻ പ്രകാരമാണ് ഈ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഘടനയെ കുറിച്ചിട്ടും കോടതി പറയുന്നുണ്ട്. അടുത്തതായി പറയുന്നു PP ദിവ്യ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്, അവരാണ് ഈ കേസിലെ പ്രതി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ കേസന്വേഷണത്തിനെ പ്രതികൂലമായി സ്വാധീനിക്കും. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PP ദിവ്യ ഇപ്പോൾ കണ്ടീഷണൽ ജാമ്യത്തിലാണ്. അവർക്ക് ജാമ്യം കൊടുത്ത വേളയിൽ സെഷൻസ് കോടതി കണ്ടീഷൻസ് വച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ അന്വേഷണത്തിനെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളത്. അതിന് വിരുദ്ധമായിട്ട് അവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മഞ്ജുഷയുടെ മുന്നിലുള്ള പരിഹാരം എന്ന് പറയുന്നത് CBI അന്വേഷണമല്ല. ആ കാര്യം ഈ ട്രയൽ കോടതിയിൽ പോയി ബോധ്യപ്പെടുത്തി അവരുടെ ജാമ്യം റദ്ദ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഗ്രൗണ്ടുകളിൽ ഒന്നും തന്നെ ഈ ഒരു CBI അന്വേഷണത്തിന്റെ അനിവാര്യത വെളിച്ചത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കളക്ടറെ കൂടി പ്രതിയാക്കണം എന്നുള്ള ആവശ്യത്തിന്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. അത് സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. അപ്പോ ഇദ്ദേഹത്തെ കൂടി പ്രതിയാക്കേണ്ടതായിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ല എന്നൊരു ആരോപണം ഉയർത്തിയിരുന്നു എങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധിയിലെ 24ാമത്തെ ഖണ്ഡികയുടെ അടിസ്ഥാനത്തിൽ അത് കോടതി മുമ്പാകെ സാധൂകരിക്കാൻ കഴിയുമായിരുന്ന വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മഞ്ജുഷയുടെ ഈ ഹർജിയിൽ അത്തരം ഒരു ആരോപണം ഒരിടത്തും കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതൊന്നും കൂടാതെ തന്നെ ഈ കേസ് ഡയറിയിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ ഒരുപാട് മറ്റു പല നിരീക്ഷണങ്ങളും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ ഏജൻസി ചെയ്തിട്ടുള്ളത് എന്ന്. അതൊക്കെ ഈ മഞ്ജുഷയുടെ ആവശ്യത്തിന് എതിരായ ഘടകങ്ങളായിരുന്നു. അതും കോടതി കണക്കിലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം കോടതി പറയുന്നു ഈ കേസ് ഡയറി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. നമുക്കറിയില്ല കേസ് ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷേ നമുക്കവിടെ കോടതിയെ കുറ്റം പറയാൻ സാധ്യമല്ല. അതിനുശേഷം കോടതി പറയുന്നു അതിന് പ്രകാരം ഇത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ഒരു റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല. നമ്മൾ വൈകാരികമായി ചിന്തിക്കാതെ നിയമപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കേസിന്റെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തെളിവുകളും കൂടി ഒരുമിച്ച് വെച്ച് പരിശോധിക്കുകയാണ് എങ്കിൽ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ വസ്തുത. ഏറ്റവും അവസാനം കോടതി വിക്ടിമോളജി പോയിന്റ് ഓഫ് വ്യൂയിലും ഈ കേസിനെ കാണും. വിക്ടിമോളജി എന്ന് പറയുമ്പോൾ ഇത്തരം കേസുകളിൽ വിക്ടിംസ് ആക്കപ്പെടുന്ന ആൾക്കാർ കടന്നു പോകുന്ന ഈ അവസ്ഥകളിൽ അവർക്കുണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളും മറ്റും അത് കണക്കിൽ എടുത്തുകൊണ്ട് കോടതി പറയുന്നു ഈ മഞ്ജുഷയ്ക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ആൻഡ് റൈറ്റ് ടു കോമ്പൻസേഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അന്വേഷണ പ്രക്രിയയിൽ മഞ്ജുഷയ്ക്കും പങ്കെടുക്കാം. യഥാസമയം കേസിന്റെ അന്വേഷണ പുരോഗതി മഞ്ജുഷയെ അറിയിക്കേണ്ടതാണ്. ഈ കേസിന്റെ അവസാനം വരുമ്പോൾ അവർക്ക് കോമ്പൻസേഷനും അർഹത ഉണ്ടായിരിക്കും എന്നും കോടതി പറയുന്നു. അതിലുപരിയായിട്ട് ഈ മഞ്ജുഷ ഈ ഹർജിയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉന്നയിച്ചിട്ടുള്ളത്, അതായത് ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം, അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ SIT അന്വേഷണം നടത്തണം എന്നും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ കേസ് വളരെ വീക്കായ ഒരു കേസാണ്. ഇനി അഥവാ ഇത് സുപ്രീം കോടതിയിൽ പോവുകയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുന്തിയ വക്കീലന്മാർ ഹാജരായാൽ പോലും ഈ മഞ്ജുഷയുടെ ഈ കേസിൽ ഒരു CBI അന്വേഷണത്തിന്
സുപ്രീം കോടതി പോലും ഉത്തരവിടും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് റാഫ് സാർ ഇതിൽ നിന്നും പിന്മാറിയത്. അദ്ദേഹം ഹാജരാകേണ്ട കേസിൽ എന്തുകൊണ്ട് അദ്ദേഹം ഹാജരായില്ല? രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹോസ്റ്റൈലായി ഈ കേസിൽ അഡ്വക്കേറ്റ് ശ്രീകുമാറിനോട് പെരുമാറിയത് എന്ന് അദ്ദേഹം പറയുന്നു. പെരുമാറിയത് എന്നുള്ള കാരണങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. എനിക്ക് മഞ്ജുഷയോട് പറയാനുള്ളത്, ഇനി ഈ കേസിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇതൊരു അടഞ്ഞ അധ്യായമാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരും. ഓക്കെ, മഞ്ജുഷ ആവശ്യപ്പെട്ട പ്രകാരം ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം സുപ്രീം കോടതി ചോദിക്കും, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ തന്നെ ഈ കേസ് തീർന്നു. അതായത് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ നരാധമൻ ഈ കേസിനെ ഈ മൂട് വെച്ച് മുറിച്ച് തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ഈ കേസിൽ കുട്ടികൾക്ക് അനുഭവിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ മുടക്കി മറ്റ് വക്കീലന്മാരെ സമീപിക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഒരു അപ്പീലുമായി പോകേണ്ട കാര്യവും ഇല്ല. ഇനി ചെയ്യാനുള്ളത് ഈ പി ദീപിക്കെതിരെയുള്ള ആത്മഹത്യ പ്രേരണ കേസ് അത് നല്ല രീതിക്ക് നടത്തുക, അതിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അതിലൂടെ ഈ നവീൻ ബാബുവിന്റെ ആത്മാവിനും മഞ്ജുഷയ്ക്കും കുടുംബത്തിനും ഒക്കെ ശാന്തി ലഭിക്കും. അത് മാത്രമാണ് ഒരേ ഒരു മാർഗം മഞ്ജുഷയ്ക്ക് മുന്നിൽ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.